തക്കാളി കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അതിനായി ആദ്യം വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് ഇതിനെ പൊട്ടി വന്നതിന് ശേഷം 2-3 വറ്റൽമുളക് കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. ഇത് നന്നായിട്ട് ഇതിനെ മൂത്ത് വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്നതുവരെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. ഒരുപാടിട്ടങ്ങ് കുക്കാക്കി എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് തക്കാളി ഒന്ന് വെന്ത് വന്നാൽ മതിയാകും. നമുക്കത് അടച്ച് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 ചെറിയ ഉള്ളിയും 3 ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് അരച്ചിട്ടെടുക്കണം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേകാൻ വെച്ചിട്ടുള്ള തക്കാളി വെന്തിട്ടുണ്ടോ എന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം. തക്കാളി ഇവിടെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഒരുപാടിട്ടങ്ങ് തക്കാളി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഒരുപാട് ഇനിയിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കറി നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കൊണ്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്.